വലൈക്കും വറഹമത്തുള്ള. 2ാം ക്ലാസ്സിലെ ഇന്നത്തെ അഖീദ പരീക്ഷയുടെ ഉത്തരങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും പരീക്ഷ എളുപ്പമല്ലായിരുന്നോ? നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ്. ഉത്തരം ഇവിടെ ഉണ്ട്. ഏതാണ്? അവസാന നാൾ. ഏതാ ഉത്തരം? അവസാന നാൾ. അടുത്തത്, നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം സ്നേഹത്തോടെ പറയണം. എന്താ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത്, ഭൂമി പടച്ചവൻ അള്ളാഹുവാണ്. അടുത്ത്, ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ. അടുത്തത്, അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കാം. നുബുവ്വത്ത് ലഭിച്ചപ്പോൾ എത്ര വയസ്സ്? 40. പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ നബിയുടെ വയസ്സ് 53. മദീനയിൽ വഫാത്താകുമ്പോൾ 63. ഈ സംഖ്യകളൊക്കെ എഴുതുമ്പോൾ നമ്മൾ അക്കത്തിൽ എഴുതിയാലും കുഴപ്പമില്ല. ഇനി ഇതുപോലെ 40 ഇതുപോലെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ എഴുതുന്ന സമയത്ത് 40 എന്ന് എഴുതേണ്ടടുത്ത് എഴുതേണ്ടടുത്ത് ദാൽ എഴുതിയാൽ അതൊക്കെ മാർക്കിന് ബാധിക്കും. അതുപോലെ 63 ഇങ്ങനെ എഴുതാൻ അറിയുന്നവർ മാത്രം ഇങ്ങനെ എഴുതിയാൽ മതി. അല്ലാത്തവർ ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. പിന്നെ ചില കുട്ടികൾ അറബി അക്ഷരത്തിൽ എഴുതും, എന്നിട്ട് അത് തെറ്റിപ്പോകും. അപ്പോഴൊക്കെ നിങ്ങൾക്കാണ് നഷ്ടം. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതിൽ എഴുതുക. നിങ്ങൾക്ക് അറിയുന്നത് ഉറപ്പുള്ളതിൽ ഇതിൽ എഴുതുക. ഇനി ഇതും അറിയുന്നവരാണെങ്കിൽ ഇതിൽ എഴുതുക. അതാണ് നല്ലത്. അടുത്ത ചോദ്യം നോക്കാം. വ്യക്തമാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ്. ഇതൊക്കെ വളരെ സിമ്പിളായ ചോദ്യമാണ് അല്ലേ? നബിയുടെ ഉപ്പ അബ്ദുള്ള, നബിയുടെ ഉമ്മ ആമിന ബീവി, അതൊക്കെ നമ്മൾ പാട്ടായി പഠിച്ചതാണ്. അപ്പോൾ പിന്നെ അത് എഴുതുന്നത് വൃത്തിയിലായിരിക്കണം. അവിടെയാണ് പോയിന്റ്. ഇപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം നബി തങ്ങളുടെ മാതാവാണ്. നബി തങ്ങളുടെ ഉമ്മാന്റെ പേരെന്താ? ആമിന ബീവി. അപ്പോൾ ആമിന ബീവി എന്ന് എഴുതുന്ന സമയത്ത് ഇവിടെ ഒരു താഴുണ്ട്. ഈ താഴ് എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് കുറയും എന്നുള്ള ഷുവറാണ്. നിർബന്ധമായിട്ടും കുറയും. കാരണം അത്രയും സിമ്പിളായൊരു ചോദ്യം തന്നിട്ട് അത് വൃത്തിയിൽ എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് കുറക്കും ഉറപ്പായാലും. അടുത്ത, നബി തങ്ങളുടെ ഉപ്പ എന്താണ്? ഉപ്പാന്റെ പേര്. അപ്പോൾ എഴുത്ത് നന്നായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ചോദ്യം കൂടിയാണത്. നബി തങ്ങളുടെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരൊക്കെ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നതിന് എന്തിനാണ്? നിങ്ങൾ എഴുത്ത് നന്നായിട്ടുണ്ടോ നോക്കാൻ. അബ്ദുള്ള, കണ്ടോ? അബ്ദുള്ള ഇങ്ങനെ എഴുതണം. അടുത്തത്, നബി തങ്ങൾ ജനിച്ച സ്ഥലം. നബി തങ്ങൾ ജനിച്ച സ്ഥലം എവിടെയാണ്? മക്ക എന്ന് എഴുതുമ്പോൾ അവസാനം താവാണ്. കണ്ടോ? ഇങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതിയാലേ മാർക്ക് ഉണ്ടാവുള്ളൂ. അടുത്ത ചോദ്യം നോക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. നബിമാരെ പേരെഴുതാനും ഇവിടെയും നബിമാരെ പേരെഴുതാനാണ്. പിന്നെ ഇവിടെ ഏടിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. പിന്നെ അവിടെ അവരുടെ പേര് എഴുതാൻ നമ്മൾ പഠിച്ചതാണ്. ആ പെട്ടി നോക്കി നമ്മൾ പഠിച്ചതാണ് അല്ലേ? തൗറാത്ത് ഏത് നബിക്കാ കിട്ടിയത്? ആദ്യം ഇവിടെ 30 നോക്കാം. 30 ആയിരിക്കാം? 30 ഇദ്രീസ് അലൈഹിസ്സലാം. പിന്നെ അടുത്തത് 50 ആയിരിക്കാണ്? ഷീസ് അലൈഹിസ്സലാം. ഷീസ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് 10 ആയിരിക്കാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം. കണ്ടോ? അപ്പോൾ അക്ഷരത്തെറ്റില്ലാതെ എഴുതിയാലേ അതിന് മാർക്ക് കിട്ടുള്ളൂ. അടുത്ത തൗറാത്ത് മൂസ അലൈഹിസ്സലാം. കണ്ടോ? മൂസ അലൈഹിസ്സലാം എഴുതുമ്പോൾ അവസാനം യാ ഉണ്ട്. കണ്ടോ? മൂസ അലൈഹിസ്സലാം. അടുത്തത് സബൂർ ആരാണ്? സബൂർ ദാവൂദ് അലൈഹിസ്സലാം. കണ്ടോ? ദാവൂദ് അലൈഹിസ്സലാം. അടുത്തത് ഇഞ്ചീൽ ആരാ? ഈസ അലൈഹിസ്സലാം. അവിടെ യാ ഉണ്ട്. കണ്ടില്ലേ? അടുത്തത്, എപ്പോഴാണ് ഈ ലോകം നശിക്കുക? അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഈ ലോകം നശിക്കുക എപ്പോഴാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. കണ്ടോ? ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുക. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എഴുത്ത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത്ര വലിയ ഉത്തരം എഴുതണം. അതിന് പിന്നെ ഒരു 3 മാർക്കുണ്ട്. അപ്പോൾ ഇത്ര വലുതായിട്ട് എഴുതാനുള്ള വാക്കുകൾ നിങ്ങൾ പഠിക്കണം. അടുത്ത, നബിമാർ എന്ന് പറയുന്നത് ആർക്കാണ്? ഇതും കുറേ വലുത് എഴുതാനുള്ളതാണ്. അപ്പോൾ ഇത്തരം വലുതുകൾ എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചേ മതിയാവുള്ളൂ. എന്താ? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. കണ്ടോ? അടുത്ത ചോദ്യം, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ. ഞാൻ പറഞ്ഞിരുന്നു ഈ ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. അത് വന്നും ചെയ്തു. എന്താ? ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. എഴുതണം, ശ്രദ്ധിക്കണം, എഴുതി പഠിക്കണം പറയും. കണ്ടോ? മറ്റാരുമില്ല. അടുത്ത ചോദ്യം എന്താണ്? മലക്കുകൾ എപ്പോഴും അള്ളാഹുവിൻ്റെ. കണ്ടോ? അത് നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെ. എന്താ? വഴിപ്പെടുന്നവരാണ്. എങ്ങനെ വഴിപ്പെടുന്നൊരു എങ്ങനെ എഴുതാൻ നോക്കാൻ പറഞ്ഞു? വഴിപ്പെടുന്ന. കണ്ടോ? വഴിപ്പെടുന്നവരാണ്. ഇതുപോലെ തന്നെ എഴുതണം. അവിടെ എഴുതിക്ക് പകരം യാ എഴുതിയ മാർക്ക് കുറയും, ഉറപ്പാണ്. അടുത്തത്, കാരണം 2ാം ക്ലാസ്സിന് മാർക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കുക തന്നെയാണ് കുട്ടികൾക്ക് ശരിയായ രീതിയിൽ എഴുതാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കും.
അപ്പോൾ മലക്കുകൾ എപ്പോഴും അള്ളാഹുവിൻ്റെ അടുത്ത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഡാഷ്. അപ്പോൾ ഇത് പല കുട്ടികൾക്കും സംശയമുണ്ട്, ഇതെന്താണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളത്. എന്താണ് അതിൻ്റെ ഉത്തരം? ഇതാ കണ്ടോ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ. കണ്ടോ, അള്ളാഹുവിൻ്റെ ചോദ്യത്തിലുണ്ട് കിതാബുകൾ മാത്രം എഴുതിയാൽ മതി. ഇവിടെ കണ്ടോ, ഇവിടെ അള്ളാഹുവിൻ്റെ എന്നുണ്ട്. അപ്പോൾ കിതാബുകൾ മാത്രം എഴുതിയാൽ മതി. കിതാബുകളിൽ നിന്ന് എഴുതാൻ ഇവിടെ കിതാബുകളിൽ നിന്നുണ്ട്, അത് കോപ്പി അടിച്ച് എഴുതിയാലും മതി, എന്നാൽ തെറ്റൂല. അടുത്ത് നബിമാരിൽ പ്രധാനികളാണ് ആര്? മുർസലുകൾ. കണ്ടോ ഇവിടെ, അവരിൽ പ്രധാനികളാണ് മുർസലുകൾ. കണ്ടോ, മുർസലുകൾ. അടുത്തത് ഇവിടെ നബിമാർ എന്ന് പറഞ്ഞാൽ ആരാ? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. ഇവിടെ പിന്നെ കിതാബുകൾ എഴുതുന്നിടത്തും ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ഉണ്ട്, ഇവിടെയും ജനങ്ങളെ സന്മാർഗത്തിലേക്കുണ്ട്. പിന്നെ ഇവിടെ എന്താണ്? ക്ഷണിക്കാനായി എന്നാണ്. ഇവിടെ എന്താ ഉള്ളത്? നയിക്കുന്നതാണ് എന്നാണ്. അപ്പോൾ ഇതെന്താണ്? അള്ളാഹുവിൻ്റെ കിതാബുകൾ എന്നാണ് ഉത്തരം. നബിമാരാണെങ്കിൽ എന്തായിരിക്കും? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. അടുത്തത് പിന്നെ നബിമാരിൽ പ്രധാനികളാണ് മുർസലുകൾ. അടുത്തത് സൂറിൽ രണ്ടാമത് ഊതുമ്പോഴാണ് മരിച്ചവരെല്ലാം, വളരെ സിമ്പിൾ ചോദ്യം, മരിച്ചവരെല്ലാം എന്താണ്? ജീവിക്കും. കണ്ടില്ലേ, ഇതിങ്ങനെ തന്നെ എഴുതണം. അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരീക്ഷ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും